മീനിനെ പൊതപ്പിച്ച് കിടത്തണ എങ്ങനെ നോക്കിയാലോ. പൊതപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്പല്ലി മീൻ എടുത്തിട്ടുണ്ട്. നോർമൽ മസാലകളായിട്ടുള്ള ഉപ്പ്, മുളക്, ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ടാണ്ട് ഒരു 15 മിനിറ്റ് വെക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. ആ കാണുന്ന 3 വാല് മാത്രമേ നമ്മൾ പൊതപ്പിക്കണുള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ വെറുതെ കടത്തണുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ചൂടാണ് അത്ര. ചളി എന്ന് പറഞ്ഞാൽ ആരും വരണ്ട, ഞാൻ ചോദിച്ചതാണ് മീനിനോട്. പൊതപ്പിക്കാനുള്ള മീനൊക്കെ ഒരു 80% പൊരിഞ്ഞാൽ മതിട്ടാ. അപ്പോൾ ഓരോടെ പൊരിഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് മസാലകൾക്കുള്ള സാധനം സെറ്റാക്കാം. ഇഞ്ചി, ഗാർലിക്, ചെറിയുള്ളിന്റെ പേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഒരു തക്കാളി, മുളക്, കുറച്ച് കറിവേപ്പ്. പിന്നെ ഈ ഇല എന്താണെന്ന് അറിയോ, നമ്മൾ ബിരിയാണിക്കൊക്കെ ഇവിടെ ഇടലുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലേവർ ഉള്ള ഒരു ഇലയാണ്. അപ്പൊ ഇത് നിങ്ങളെ മുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഇതൊക്കെ ആ സെയിം പാനിൽ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. കുറച്ചും കൂടെ പുളി വേണമെന്നുള്ളവർക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കും. ഉപ്പ്, മുളക്, മഞ്ഞൾ അത് ഞാൻ കാണിക്കാൻ മറന്നതാണ്. അത് 1/2 സ്പൂൺ വെച്ചിട്ട് പൊതപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മദാശ്രീയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അപ്പൊ ആദ്യം ഒന്ന് ഇല വാട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കുമ്പോൾ മുറിഞ്ഞു. എന്നിട്ട് മസാല തേക്കുന്നു, മീന് വെക്കുന്നു, മസാല തേക്കുന്നു. ഒരു കരിവേപ്പിന്റെ തണ്ട് ഫുൾ അങ്ങനെ വെക്കുക, ഒരു ഭംഗിക്ക്. ഒരു പോരുന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കെട്ടി കൊടുക്കാം. ഞങ്ങളെ കയറ് വലിയതായതുകൊണ്ട് ഞങ്ങൾ കെട്ടാൻ നിന്നു. സെയിം പാനിൽ കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്താണ്ട് 5 മിനിറ്റ് ഈ സൈഡ് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് മറിച്ചിടുക. അടുത്ത ഇത്രയും നിങ്ങൾ സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാദിഷ്ടമായ മീൻ പൊള്ളിച്ചത് അഥവാ മീൻ പൊതിപ്പിച്ച് കിടത്തിയത് റെഡി ആയിട്ടുണ്ട്.